ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫും പിന്നെ നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ വീഡിയോ ആട്ടോ. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എയർപോർട്ടിൽ പോകും. ചേച്ചി വരുന്നു തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. 4 മണിയാകുമ്പോൾ പോകും ഗൈസ്. എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, മാമനുണ്ട്, ആദ്യമുണ്ട്, കാശിയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. ഞങ്ങൾ രണ്ടുകൂടെ രാവിലെ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ. അവിടെ കാറ്റായിരുന്നു കൊണ്ട് കത്തിക്കാൻ പാടായിരുന്നു. അച്ചും കൂടെ അവിടെ ബാങ്കിൽ അച്ചു കയറാൻ നിന്നപ്പോൾ ഞാൻ അവിടെ നിന്ന്. അങ്ങനെ കാണാൻ ഒരു ആൻറ്റി ഒരു കാർഡും കൊണ്ട് വന്ന്. അങ്ങനെ നാളെ എങ്ങാണ്ട് എന്തോ ടെസ്റ്റ് ഉണ്ട് ലിവറിൻ്റെ ഒക്കെ, ഫ്രീ ആണെന്ന്. വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം പോവാം, ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനും ഞാനും കൂടെ വന്നാലും മതി, അല്ലെ അമ്മയും ഞാനും കൂടെ വന്നാലും മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാം ഫ്രീയാണ്. രാവിലെ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് വരാൻ പറഞ്ഞ്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നുണ്ട്. എത്ര മണിക്കാ? 7 മണി തൊട്ട് 9 മണി വരെ. എന്നിട്ട് വൈകുന്നേരം വിളിക്കാം, ഓക്കെ ആണെങ്കിൽ പറയണേന്ന് പറഞ്ഞു. ഞാൻ പറയാം. കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറ് മേടിച്ചു. സാമ്പാർ ഇതെന്തോ രസമുണ്ട്, പായസമുണ്ട്, പാൽപ്പായസം, പിന്നെ പരിപ്പുണ്ട്, മീൻ വറുത്തതുണ്ട്. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നല്ല ഫുഡാണ് ഗൈസ്. മീൻ വറുത്തതുണ്ട്, മീൻ വറുത്തതും കൊള്ളായിരുന്നു. ഇതെന്തോ മീൻകറി, ഞാൻ ചുമന്ന മീൻകറിയാണെന്ന് പറഞ്ഞാൽ മേടിച്ചത്. അല്ലാതെ ചോറിൻ്റെ കൂടെ ഈ മീൻകറി തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കരുതി മറ്റേ ചുമന്ന മീൻകറി ആയിരിക്കും സെപ്പറേറ്റ് പറയുമ്പോഴായിരുന്നു, അതാ മേടിച്ചത്. ഇത്രയുണ്ട്. ഇനി പൊതി തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ നോക്കാം. ഇത് സിംബയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പൊഴിഞ്ഞിട്ടു. തുറക്ക്. അത് രാവിലെ പൊറോട്ട മേടിച്ചെൻ്റെ മുട്ടക്കറി. ഞാൻ എല്ലാം പുറത്തുനിന്നുള്ള ഫുഡാണ്. തുറക്ക്. അത് പിന്നായാലും തിന്നാലോ, രാത്രി തിന്നാം. എന്തൊക്കെ കറി ഉണ്ടോ നോക്കട്ടെ. അപ്പുറത്തെ ചെടി വരെ അവിടെ വെട്ടമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പപ്പടം ഇല്ല, പിന്നെന്തോ പുളിശ്ശേരി ഇല്ലായിരുന്നു. അതെന്തുവാ, പയറ് തോരൻ അല്ല, ബീട്രൂട്ട് തോരൻ, പിന്നെ അവിയലുണ്ട്, പച്ചടിയാണെന്ന് തോന്നുന്നു. 2 തരം പച്ചടിയോ, നാരങ്ങ അച്ചാറ്, എന്തുവാ ചമ്മന്തിയോ, ചമ്മന്തി, പച്ചടി. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. അവിയൽ, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ഇത് ഇങ്ങനത്തെ ഈ ഊണിനും മീൻകറിക്കും കൂടെ 100 രൂപ. നേരത്തെ 80 ഇപ്പോൾ ഒരു 100 ആക്കി, എന്താണെന്നറിയില്ല. ഹോസ്പിറ്റലിൻ്റെ താഴെയായിട്ട് ഇവിടുത്തെ. പിന്നെ സെപ്പറേറ്റ് മീൻകറിക്ക് എനിക്ക് തോന്നുന്നു 30 തോന്നുന്നു. മീൻ വറുത്തതിന് 40. ശിംബു ബേബി എന്താ നോക്കണേ? ശിംബു ബേബി എന്താ കരിയോ കാലിൽ? എല്ലാം പിന്നെ ഒരുപോലെയല്ലേ ഇരിക്കുന്നേ. പക്ഷെ ഇവിടുത്തെ രസം അവിടുത്തെ രസമുള്ള ടേസ്റ്റ്. വിശാലമായ ഊണായിന്ന് ഉച്ചയ്ക്ക്. എന്താ ഒഴിക്കുന്നേ? എനിക്ക് ഞാൻ ഒഴിച്ചോളാം. രസം മതി എനിക്ക്, രസവും സാമ്പാറും. ഞാൻ 11:30 ആയപ്പോൾ തിന്നതേ ഉള്ളൂ പൊറോട്ട. 3 പൊറോട്ട തിന്നു. അപ്പം ഇനി ആര് തിന്നും? തിന്നാൻ വിശക്കുന്നു. ഭയങ്കര തീറ്റയായിപ്പം. പിന്നെ ചോദിച്ചില്ല അവരേത് മീൻ വേണമെന്നും. ഒറ്റണേ കാണത്തുള്ളൂ. രസം മതി, എനിക്ക് രസമാണ് ഇഷ്ടം. രസം പക്ഷേ വെള്ളം പോലെ അങ്ങ് പോകും, അതാണ് ഒരു പ്രശ്നം. മനസ്സിലായി. രസം എടുത്തിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ തണുത്ത വെള്ളം നമ്മളിങ്ങനെ കുടിക്കരുത്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തേ കുടിക്കണം. ചൂടുവെള്ളം കുടിച്ചാൽ ദാഹം മാറത്തില്ല. വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ഗൈസ്? മീൻ വറുത്തത് ഞാൻ ഒടിച്ച് വെച്ച് പാത്രത്തിൽ കൊള്ളാത്തത്. ഇതെന്തൊരു മീനാ ഇത്? ദാണ്ട് പാലുണ്ടോ അതിനകത്ത്?
അയിലെയാന്ന് തോന്നുന്നു. കൂട്ടിയൊക്കെ പറയത്തില്ലേ? കൊള്ളാം കേട്ടോ, സൂപ്പർ മീൻ വറുത്തതാ. ഒരെണ്ണേ ഉള്ളോ? എന്തോ ഒരെണ്ണേ ഉള്ളൂ. ഈ പച്ചടി എടുക്കാൻ എന്ത് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതിനൊരു വല്ലാത്തൊരു ചെവ വരുന്നത്. അതെന്തിൻ്റെയാണെന്ന് എനിക്കറിയാൻ വയ്യ. വെള്ളരിക്കയുടെ ആണോ? അവിടെ ആണെങ്കിൽ ഫുള്ള് എണ്ണപ്പന മുറിച്ച് നല്ല കാറ്റ്. എനിക്കവിടെ ഒന്ന് നിൽക്കാൻ തോന്നിയങ്ങ്. നല്ല രസമുണ്ട്. രാവിലെയൊക്കെ പോകണം. രാവിലെയൊക്കെ പോയി ഒരു ചായയൊക്കെ മേടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കാം. ഹലോ, ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ പോകും ഗൈസ്. മഴയാണ്, ഇവിടെ ഫുള്ള് മഴയാണ്. കണ്ടോ വെള്ളമൊക്കെ. ഇവിടെ ഇപ്പോൾ മതിൽ ഉണ്ടായത് കൊണ്ട് വെള്ളം ഇവിടെ കെട്ടി നിൽക്കും, വെള്ളം പോവില്ല. ഇതാണ് എൻ്റെ ഡ്രസ്. പോട്ടെ, മഴ പെയ്യുന്നുണ്ട്, വലിയ മഴയില്ല, അതുകൊണ്ട് നടന്നു പോവാം. ഇവരൊക്കെ അവിടെ ഒരുങ്ങിയും തോന്നുന്നു. 4 മണിക്കെന്നാണ് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാന്ന് വെച്ചു, മഴയായി വിളിച്ചാൽ കേൾക്കില്ല. വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടി ഇരിക്കുമ്പോൾ കുടിക്കാനാന്ന് തോന്നും. പിള്ളേർക്കാട്ടോ, എനിക്കല്ല, ഞങ്ങൾക്കല്ല, ഞങ്ങളും കുടിക്കും. തിരിച്ച് ഞങ്ങള് ഇപ്പോഴത്തെ സൈഡ് വന്നു ഓട്ടോ സ്റ്റാൻഡിന്റെ ഗോകുലത്തിന്റെ അവിടെ. എന്താ എടുത്തോണ്ട് വരാത്തെ? അത് ബേസ്റ്റ് വണ്ടി ഇടാനും ഞങ്ങൾ എയർപോർട്ടിൽ വരുന്നു. അമ്മയെ വിളിച്ചാൽ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ വരും. കാശി ഉറങ്ങുവാണോ? ഞാൻ ഉറങ്ങണമെന്നില്ല. ഇതിപ്പോൾ കൊണ്ടാക്കാൻ പോയപ്പോൾ പോലും ഇത്രയും ശോകമില്ലായിരുന്നു. എല്ലാം എണ്ണം എന്താ കിടന്നുറങ്ങുന്നു. ഞങ്ങൾ 2 മാത്രം ഉണർന്നിരിപ്പുണ്ട്. അവനാണെങ്കിൽ ഒരു താല്പര്യമില്ല. പിന്നെ റോഡിൻ്റെ പണി നടക്കുമായിരുന്നു കേട്ടോ. വെഞ്ഞാറമ്മൂട് തൊട്ട് ഞങ്ങൾ തിരിഞ്ഞ് വെഞ്ഞാറമ്മൂട് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് ഇറങ്ങുന്ന ആ വഴിയും കണ്ടാൽ പോയി. എനിക്ക് വഴി അറിയത്തില്ല. എൻ്റെ ഇവിടെ ഫുള്ള് ബ്ലോക്കൊക്കെ ആയിരുന്നു. തിരിച്ച് വിട്ട് വണ്ടി. ഞങ്ങൾ എപ്പോഴാണ് ഒരു 5:45 5:50 ആയപ്പോൾ എയർപോർട്ടിൽ വന്നു. 6:30 ഫ്ലൈറ്റ് എത്തുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അല്ല 6:30 6:45 എയർപോർട്ടല്ല. എന്തിനാ വന്നേ? ഞാൻ വെള്ളം എടുക്കണമെന്ന് വിചാരിച്ചത്. അവിടെ കയറാൻ പറ്റുമോ? അതിലെ കൂടെ നടക്കും. പക്ഷേ ഇപ്പം അടുത്ത പല്ലും കൂടെ പോയേനെ. കാശി വീഡിയോ എടുക്കണേ. ഞാൻ അതിനാ നിൽക്കുന്നേ. പണ്ട് ശ്രീകുട്ടി എടുത്തോല്ലോ ആവരുത്. അനിയ ആദ്യമായിട്ട് വന്നപ്പോ ഇവന്മാരെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ആച്ചി ശ്രീകുട്ടി വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഒന്നും പറയാനില്ല. എന്തോ പറയാനുള്ള ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 7:15 ആയപ്പോൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇനി ആരും വിളിക്കാൻ വേണ്ടിയിട്ടില്ലേ. പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോൾ അവിടെ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. തിരിച്ച് വന്നപ്പോൾ എവിടെ നിർത്തി? ചായ കുടിക്കാൻ നിർത്തി. അല്ലാതെ എവിടെ നിർത്തിയതൊന്നുമില്ല. ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.